കേൾക്കാത്തതുകൊണ്ടാകും. ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ ഓൺലൈനിൽ കൂടി വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി ഈ ചെറിയ വിവരണം ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, ദൈവമക്കൾ, എല്ലാ പ്രിയമക്കൾക്കും ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. വളരെ നാളുകളായി ദൈവകുഞ്ഞുങ്ങൾ എളിയ സുവിശേഷകനായ എന്നോട് കാണിക്കുന്ന എല്ലാ നല്ല സ്നേഹത്തിനും സഹകരണത്തിനും നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. അവിചാരിതമായ ഇങ്ങനെ ഒരു ലൈവായി ഒരു വിവരണം കൊടുക്കുന്നത് ദീർഘവർഷങ്ങളായി ഞാൻ സുവിശേഷത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴും ഒരിക്കലും ഒരു ലൈവിൽ വന്നോ ഒരു സൂമിൽ വന്നോ ഒരു സംവാദത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരിക്കൽ പോലും വരാറില്ല. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില പ്രഭാഷകരൊക്കെയും വന്ന് പല കാര്യങ്ങളും ലൈവും മറ്റും കൊടുക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വേറിട്ട് ഒന്നുകിൽ കവലയോഗമോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് കൺവെൻഷനുകളോ ബൈബിൾ ക്ലാസ്സുകളോ ഒക്കെ പങ്കെടുക്കുന്നതായിരുന്നു കൃപയാൽ എൻ്റെ എളിയ സുവിശേഷത്തിൻ്റെ ദൗത്യം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് വ്യത്യസ്തമായി പശ്ചിമേഷ്യയിൽ ഒരു സംഘടന നടന്നു. അത് ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ഒരു ആക്രമണമുണ്ടായി. ആക്രമണത്തിനോടനുബന്ധിച്ച് അത് പ്ലാൻ ചെയ്തത് ഇറാൻ എന്ന രാഷ്ട്രമെന്ന് ഇസ്രായേൽ കണ്ടെത്തുകയും ആദ്യമായി ആക്രമണം നടത്തിയ പ്രോക്സികളായിരിക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹൂത്തി വിമതർ ഇവരെയൊക്കെയും കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ആക്രമണത്തിന് വിധേയമാക്കി. അതോടനുബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പായി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. അത് വളരെ വിപുലമായി അവർ പ്ലാൻ ചെയ്തൊരു ഓപ്പറേഷനാണ്. അതിനെപ്പറ്റി ഇതിനു മുമ്പും ഇതേ മാധ്യമത്തിൽ കൂടി കൃത്യമായി 2 വീഡിയോകൾ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേൽ ആഭിമുഖ്യം ചെയ്ത ഈ പ്രത്യേക ഓപ്പറേഷനെ പറ്റി പറയുകയുണ്ടായി. അതിനാസ്പദമായി യൂട്യൂബിൽ 2 വീഡിയോകൾ ഇതുപോലൊരു ലൈവ് ടെലികാസ്റ്റിൽ കൊടുത്തിരുന്നു. അതിൽ 1-ാമത്തെ ഭാഗം എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, 2-ാമത്തെ ഭാഗമായി അനവധി ദൈവമക്കൾ കണ്ടിരുന്നു നിർണായകമായൊരു കാര്യം, ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ. അതിൻ്റെ പര്യവസാനം കൃപയാൽ ബൈബിൾ എടുത്തിട്ട് 3 കാര്യങ്ങൾ എളിയവനായ ഞാൻ പറഞ്ഞു. 1, ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകത്തില്ല. മത്തായി 24:15 രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അത് സകല മനുഷ്യരും ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ ഒരിക്കൽ കൂടി പ്രസിദ്ധപ്പെടുത്തുവാൻ കർത്താവ് സുവിശേഷകരെയും ദൈവമക്കളെയും എടുക്കുമെന്ന് 1-ാമത്തെ കാര്യം. 2-ാമത്തെ ഭാഗമായി ധന്യനായ പൗലോസ്ലീഹ റോമാലേഖനം 11:25 സഹോദരന്മാരെ, ഈ മർമ്മം നിങ്ങൾ ഗ്രഹിക്കുക, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ബുദ്ധിയുള്ളവരായി തീരരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം ഉണ്ടായിരിക്കും. ആ കാഠിന്യമാ ദൈവകുഞ്ഞുങ്ങളെ ഒക്ടോബർ 7 അവരിലേക്ക് വന്ന അപ്രതീക്ഷിതമായ ഒരു മുറിവായി. ഇന്ന് ഇസ്രായേൽ രാഷ്ട്രം ഏകദേശം 2025 ആകുമ്പോൾ 77 വയസ്സ്, 77 വർഷം, 78 വർഷത്തിലേക്ക് പിന്നിടുന്നു. 2028 ആകുമ്പോൾ 80 വർഷത്തിലേക്ക് അവർ മുന്നേറുന്നു. 3-ാമത്തെ കാര്യമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് ചൊന്നു, ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തെ നിവർത്തിക്കുവാൻ അല്പം താമസിക്കുന്നത്. അതിനാസ്പദമായി ഇതൊരു അന്തിമ യുദ്ധം എത്തത്തില്ല. 1, രാജ്യത്തിൻ്റെ സുവിശേഷം, 2, ഇസ്രായേൽ അംശമായ കാഠിന്യം, 3-ാമത്തെ നിർണായകമായൊരു ഭാഗമുണ്ട്, ചിലരും കൂടി ദീർഘക്ഷമയോടെ രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. അതിൻ്റെ 2-ാം ഭാഗം അവസാനിപ്പിച്ചപ്പോൾ ഞാനത് പറഞ്ഞു, ഇസ്രായേലും ഇറാനുമായിട്ടൊരു വെടിനിർത്തലുണ്ടാവും. അതിനോടനുബന്ധിച്ച് ഒരു ആണവ കരാറിലേക്ക് ഇന്ന് ആ വെടിനിർത്തൽ അവർ സംയുക്തമായി പ്രഖ്യാപിച്ചു. 2-ാമത് ആണവ കരാർ IAEA ഇൻ്റർനാഷണൽ ആറ്റമിക് ഏജൻസി ഈ ദിവസങ്ങളിൽ ടെലികാസ്റ്റ് ഷോ പോകുമ്പോൾ ഇറാനുമായി ചർച്ച നടത്തുന്നു യൂറോപ്യൻ യൂണിയൻ. അതുപോലെ അന്ന് പറഞ്ഞു ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞന്മാർ ചില നേതാക്കൾ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ ഒരു
പരിസമാപ്തിയിലെത്തും. ഇതൊരു ദീർഘയുദ്ധമാകത്തില്ല എന്ന് കൃപയാൽ അന്നത്തെ ടോക്ക് ഷോയിലും പറഞ്ഞു. ഒരു സംഘടനയ്ക്കോ ഒരു മതത്തിനോ ഒരു വ്യക്തികൾക്കോ എതിരെയല്ല പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ പ്രഭാഷണം ലൈവിൽ പോകുമ്പോൾ ഇറാനിൽ നിന്ന് ബലിസ്റ്റിക് മിസൈലുകൾ 3 നഗരങ്ങളിലേക്ക് പാഞ്ഞു. 1 ബേർഷബ, 2 ഏറ്റവും നിർണായകമായ മറ്റൊരു നഗരമുണ്ട്, അതിൻ്റെ പേര് ഹൈഫ പോർട്ട്. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലമുണ്ട് ടെൽ അവീവ്. ഈ സ്ഥലങ്ങളിലേക്ക് ഈ മിസൈലുകൾ പായുവാനിടയായി. ഈ മിസൈലുകൾ പായുമ്പോൾ അതിനകത്ത് 1948 മെയ് 14 ഇസ്രയേൽ രാഷ്ട്ര സ്വതന്ത്രമാകുന്നത്. 2028 ആകുമ്പോൾ അവർക്ക് ഏകദേശം 80 വയസ്സെത്തും. അപ്പോൾ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ബലിസ്റ്റിക് മിസൈലുകളും ഇറാൻ്റെ ഫത്ത മിസൈലും അതുപോലെ തന്നെ ഇറാൻ്റെ ഷഹാബ് ഈ മിസൈലുകൾ പായുവാനിടയായി. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഏകദേശം 8 വർഷങ്ങൾക്ക് പിറകിൽ ഞാൻ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് അത്തിയാകുന്ന ഇസ്രയേൽ അവർ ഇപ്പോൾ ഇങ്ങനെ വളരുന്നുവെങ്കിലും ജെറുസലേമിൻ്റെ വിഷയത്തിൽ ഇസ്രായേൽ ജനം കരയും. 70 വർഷം പിന്നിടുന്ന ഇസ്രയേൽ എന്നൊരു ഭാഗം നെയ്യാറ്റിൻകരയിൽ 2018 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 71 years സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇസ്രായേൽ. അങ്ങനെ അതിനെപ്പറ്റി ഓരോ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തുന്നു. 1957 ആദ്യ ആക്രമണം ഉണ്ടാകുന്നു. 1967 ജെറുസലേം എന്ന പട്ടണം അവർ പിടിച്ചെടുക്കുന്നു. 75 യോം കിപ്പർ വാർ ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ ചരിത്രവും പറഞ്ഞപ്പോൾ ഇതെല്ലാം അവസാനിക്കുന്നത് ജെറുസലേമിൽ നിൽക്കുന്ന അന്ന് ഒരു ഭാഗം യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം കൃപയാൽ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, അന്ത്യകാലം, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്, മത്തായി 24:3-4-5. അതിനകത്ത് ഗുരു അതെപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവും ലോകത്തിൻ്റെ അവസാനവും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അതിനാസ്പദമായി യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അത്തിവൃക്ഷം ഇസ്രയേലും അത് തളർത്തു കൊമ്പിളതാകുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരു ഭരണം വരും. അതിനെ ആസ്പദമായി 48 മെയ് 14 സാന്ദ്രമായപ്പോൾ അറബി ഒട്ടകം ഓടിച്ചും മൂങ്ങ മൂടിയും കിടന്ന സ്ഥലം അവർ എൻ്റെ ജനം മടങ്ങി വരും. യെശയ്യാപ്രവചനം 29 എഴുതിയിട്ടുണ്ട്. അവർ മടങ്ങി വരുമ്പോൾ കൊമ്പുകളും ഒലിവുകളും തല നീട്ടും, അവർ കായ്ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഇസ്രയേൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശമായി മാറി. ലോകത്തിൻ്റെ മധ്യപകുതിയിൽ 22,000 കിലോമീറ്ററിൽ ഏകദേശം 21ഓളം രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഒരു പട്ടണമായി ഇസ്രയേൽ. കേരളത്തിലെ ഏതാനും ചില ഡിസ്ട്രിക്റ്റുകളുടെ വലിപ്പം മാത്രം. അതിലെ മെയിൻ പട്ടണങ്ങളായി ടെൽ അവീവുണ്ട്, ജെറുസലേമുണ്ട്, ഹൈഫയുണ്ട്, ആഷ്കലോണുണ്ട്, ആഷ്തോദുണ്ട്. അത് കഴിഞ്ഞിട്ട് കിര്യാത് ഘട്ടുണ്ട്, ബേർഷബയുണ്ട്, ഡിമോണയുണ്ട്. ഇസ്രയേലിലെ ചരിത്രം പഠിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കെല്ലാം ഈ കാര്യം മനസ്സിലാകും. അപ്പോൾ അവർ അത്തി തളിർത്തു കൊമ്പുള്ളതായപ്പോൾ അവരുടെ ടെക്നോളജിയെപ്പറ്റി ഞാൻ അതിനകത്ത് പരാമർശിച്ചു. ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജികളും ഇന്നത്തെ മിസൈൽ വെപ്പൺ ടെക്നോളജികൾ പറഞ്ഞപ്പോൾ പല രാജ്യങ്ങളും പല സന്ദർഭത്തിലും ഇസ്രയേലിനെ ആക്രമിക്കാൻ പദ്ധതി വച്ചപ്പോൾ അവരുടെ മണ്ണിനകത്ത് പലപ്പോഴും ശത്രുരാജ്യത്തിൻ്റെ മിസൈൽ വീഴാതിരിപ്പാൻ അവരുടെ കവചിത സങ്കേതങ്ങൾ യഹൂദന് ഒരുക്കപ്പെട്ടിരുന്നു. അതിലൊന്നായിരുന്നു അയൺ ഡോം. അതിനെ വച്ചിട്ട് യെരുശലേം ഇപ്പോൾ തകരാൻ ദൈവം അനുവദിക്കുകയില്ലെന്നൊരു വാക്ക് 2018 നെയ്യാറ്റിൻകര കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു. അതിനെ നമ്മുടെ വിശ്വാസ സമൂഹത്തിലെ ചില കുഞ്ഞുങ്ങൾ, ഏതോ ഒരു പ്രത്യേക സമുദായക്കാർ ഒരു വീഡിയോ അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അയൺ ഡോം യഹോവ ഇസ്രയേൽ യഹോവനെ കാക്കും, അയൺ ഡോം യഹോവയാ, അയൺ ഡോം വഴി യഹോവ അവരെ കാക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവചനം 31:5 ഇസ്രയേലിൻ്റെ അന്തിമ നാളുകൾ വരുന്ന കാലഘട്ടത്തിലും അവരെ കൈവിടാതെ എല്ലാ നാളും കാക്കുമെന്നല്ല, ദൈവം അവരെ കാക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. സൈന്യങ്ങളുടെ യഹോവ സിയോനിൻ്റെ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. അഥവാ ഒരന്തിമ ദിനത്തിൽ ഇസ്രയേലിനെതിരെ ഒരു യുദ്ധമുണ്ടാകും. ബട്ട്
അന്നത്തെ പ്രസംഗിക്കുന്ന സിറ്റുവേഷനിൽ അതായിട്ടില്ല. അന്ന് ഇങ്ങനൊരു കാര്യം, ഒരു വാക്യം എടുത്തു. യെരുശലേമിനെ പലരും നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്ത് രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. എന്നിട്ട് വീണ്ടും യെശയ്യാ പ്രവചനത്തിൽ വ്യക്തമായി മറുതലിക്കുന്ന ഇസ്രായേൽ മക്കളോട് സ്വർഗം പറയുന്നു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ചു, തെതിച്ചു കളഞ്ഞവൻ്റെ അടുക്കലേക്ക് തിരുവിൻ. അവർ കുത്തിയവങ്കിലേക്ക് നോക്കാനാ വ്യക്തമായിട്ട് പറയുന്നത്. അതിൻ്റെ 4, 5, 6 വാക്യങ്ങളെല്ലാം. 5-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത ലൈക്ക് ബേഡ്സ് ഹാവറിങ് സോ ദ ലോർഡ് ഓഫ് ഹോസ്റ്റ് വിൽ പ്രൊട്ടക്ട് ജെറുസലേം. ഹി വിൽ പ്രൊട്ടക്ട് ആൻഡ് ഡെലിവർ ഇറ്റ്. ഹി വിൽ സ്പെയർ ആൻഡ് റെസ്ക്യൂ ഇറ്റ്. ഇപ്പം യെരുശലേമിനെ ദൈവം കൈവിടത്തില്ല എന്നൊരു ഭാഗം. ടേൺ ടു ഹിം ഫ്രം ഹൂ പീപ്പിൾ ഹാവ് ഡീപ്ലി റിവോൾട്ടഡ്, ഓ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ജനം മടങ്ങി വന്ന് എങ്കിലേക്ക് വരുവാനാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് അവരെ ടെക്നോളജികൾ പോയപ്പോൾ ഒരു വാക്കിങ്ങനെ ചൊന്നു. ഇസ്രായേലിൻ്റെ കവറിങ്ങായി പല ടെക്നോളജികളും വന്നു. അത് അയൺ ഡോം യഹോവയല്ല. അതിൻ്റെ മുഴുവൻ പ്രഭാഷണം ആ ഇട്ട സുഹൃത്തുക്കളും കട്ട് ചെയ്ത് ഗ്രൂപ്പിലിട്ട സുഹൃത്തുക്കളും അത് ക്ലിയർ കട്ടായി കേൾക്കാത്തതുകൊണ്ടാകും. അയൺ ഡോം ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ഒരു ഭാഗം പറയുന്നു, അയൺ ഡോം എന്നത് യഹോവയോ ഇസ്രായേലിൻ്റെ രക്ഷകനല്ല, ഇസ്രായേലിൻ്റെ പരിരക്ഷണത്തിന് വേണ്ടി ഇസ്രായേലും അമേരിക്കയും ചേർന്നുണ്ടാക്കിയ ഒരു ജോയിൻറ്റ് വെഞ്ചർ. അതാണ് ഈ അയൺ ഡോം. ഏകദേശം ഇന്ത്യൻ രൂപ ചെറിയ അയൺ ഡോം ഞാൻ സംസാരിച്ചപ്പോൾ 17,000 കോടിക്ക് മുകളിലും, അഥവാ ഒരു ഏരിയ കവറേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് 35,000 കോടി ഇന്ത്യൻ രൂപ വരുന്നത് ഒരു അയൺ ഡോമിൻ്റെ പ്രത്യേകത. അയൺ ഡോം യഹോവയല്ല. ഒരിക്കൽ കൂടി ഇത് ശ്രദ്ധിക്കുന്ന, അയൺ ഡോം മാൻ മേക്കിങ് ഡിഫൻസ് ചെയ്ത് മിസൈൽ സിസ്റ്റം വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ് അയൺ ഡോം. ദൈവമക്കളുടെ ശ്രദ്ധയോടെ, ഈ അയൺ ഡോമിന് 5 പ്രത്യേകതയുണ്ട്. ഞാനൊരു 24 ചാനലിൻ്റെയോ മറ്റു വീഡിയോ ഇതൊന്നും ഇത് കാണിക്കത്തില്ല. നല്ല വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചതുകൊണ്ടാണ്. അതിൽ 1-ാമത്തെ ഭാഗം ഇൻ്റർസെപ്റ്റർ, അഥവാ ആകാശത്തിൽ നിന്ന് വരുന്ന മറ്റ് രാജ്യത്തിലേക്ക് കടന്നു കയറുന്ന മിസൈലുകൾ വീക്ഷിക്കുവാനുള്ള സംവിധാനം. 2-ാമത്തെ സംവിധാനമാണ് ഇലക്ട്രാ റഡാർ. ഇലക്ട്രാ റഡാറിൽ ശത്രു രാജ്യത്തിൽ നിന്ന് ഒരു മിസൈൽ കയറി വരുമ്പോൾ ഇലക്ട്രാ റഡാർ കാണുന്നതിൻ്റെ മെസ്സേജാണ് ഇസ്രയേലിനകത്ത് സൈറൺ, അപായ സൈറൺ മുഴങ്ങുന്നത്. അത് നേരത്തെ സൈറൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ വെൽ ഡെവലപ്ഡായി. നമ്മൾക്കറിയാം, ഇൻ്റർനെറ്റ് സിസ്റ്റമൊക്കെ വളരെ വേഗത്തിലായപ്പോൾ ഇസ്രയേലിലുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പം അപായ സൈറൺ മാത്രമല്ല, ശത്രുരാജ്യത്തു നിന്നൊരു മിസൈൽ അവിടുന്ന് കയറുമ്പോൾ ഇലക്ട്രാ റഡാർ, ഒരു വിമാനം നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന്, തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ലാൻഡ് ചെയ്യുന്നതിന് 30-35 മിനിറ്റ് മുമ്പേ അവർ സന്ദേശം പറയും, നമ്മൾ അടുത്ത 30 മിനിറ്റിനകത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ റൺവേയുമായിട്ടും റഡാർ കൺട്രോളുമായി സംസാരിക്കുന്നത് പോലെ ഇലക്ട്രാ റഡാർ ഇപ്പം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇസ്രയേലിൽ എല്ലാവർക്കും മെസ്സേജ് വരും, അടുത്ത ചില നിമിഷങ്ങൾക്കകം മിസൈൽ പതിക്കാൻ സാധ്യതയുണ്ട്. അതാ ഇലക്ട്രാ റഡാർ. 3-ാമത്തെ ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് സിസ്റ്റം, BMC, അഥവാ ഈ കാര്യങ്ങൾ ഏകീകരിക്കുന്ന ഒരു യൂണിറ്റ് അതിനകത്തുണ്ട്. 4-ാമത്തെ അയൺ ഡോമിൻ്റെ പോർഷൻ്റെ പേര് ബാറ്ററി. ഇതിനെല്ലാം കവനം ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ചാർജ് ചെയ്യുന്ന ബാറ്ററിയാണ്. അതിൻ്റെ 5-ാമത്തത് ലോഞ്ചിങ് യൂണിറ്റ്. അതിൻ്റെ പ്രത്യേകത, അവിടെ നിന്നൊരു മിസൈൽ വരുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഒരേ സമയം അക്കമിട്ട് പ്രവർത്തിക്കും. ഇൻ്റർസെപ്റ്റർ വാച്ച് ചെയ്യുന്നു, ഇലക്ട്രാ റഡാർ ഇതിന് പട്ടണത്തിൽ സന്ദേശം കൊടുക്കുന്നു, BMC മുഴുവനായി ആ ടൈം വർക്ക് ചെയ്യുന്നു. 4 ബാറ്ററിയിൽ നിന്ന് സപ്ലൈ പമ്പാകുന്നു. 5 നിർണായകമായി ലാഞ്ചിങ് യൂണിറ്റിൽ നിന്ന് ശത്രുരാജ്യത്തു നിന്ന് വരുന്ന മിസൈലിനെ തകർക്കുവാൻ അവർ കരുതി വെച്ച ഒരു ഡിവൈസിൻ്റെ പേരാ ഈ അയൺ ഡോം. അയൺ ഡോം ഒരിക്കലും ഒരു യഹോവയോ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അയൺ ഡോം. 2-ാമത്തെ ഭാഗമായി അതിൽ നിന്ന് നൂതനമായി ഇന്ന് ഇസ്രയേൽ വേറെ ഡേവിഡ് സ്ലിങ്സ്, അഥവാ ഒരു കോർട്ടിൽ നിന്ന്, വോളിബോൾ കളിക്കുന്നവർക്കറിയാം, ഒരു കോർട്ടിൽ നിന്ന് മറ്റ് കോർട്ടിലേക്ക് ഒരു പന്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് പോലെ വേറൊരു പ്രതിരോധ സംവിധാനവും കൂടെ അവർ കൊണ്ടുവന്നു, ഡേവിഡ് സ്ലിങ്സ്. 3-ാമത് ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത്
ആരോ മിസൈൽ സംവിധാനം. ശത്രുരാജ്യത്തിൻ്റെ മിസൈൽ പടപട വരുമ്പോൾ അതിനെ ആകാശത്തിൽ വെച്ച് തകർക്കുവാനുള്ള മറ്റൊരു ടെക്നോളജിയാണ് ആരോ സംവിധാനം. അത് കഴിഞ്ഞ് ഈ അടുത്ത ദിവസങ്ങളിൽ മിസ്റ്റർ ട്രംപുമായിട്ടുള്ള കരാറിൽ താടെന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ കൊണ്ടുവന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഏതോ സുഹൃത്തുക്കൾ പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യഹോവ ഇസ്രയേലിനെ കാക്കുന്നത് യഹോവയെ അയണ്ടോമെന്ന് പറഞ്ഞ് ചിലതിനകത്ത് ഗ്രൂപ്പിനകത്ത് വന്നു. ആ ഗ്രൂപ്പിനകത്ത് വന്നതിൻ്റെ നിവൃത്തിയായി അതിൻ്റെ വ്യാഖ്യാനമോ അതിൻ്റെ ഫുൾ വീഡിയോ കാണാതെ ചിലർ ഗ്രൂപ്പുകളിൽ ഞാൻ പറയുന്നത് തെറ്റാണ്, അയൺഡോം എവിടെ പോയി, കാര്യമിതാ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറാനിൽ നിന്ന് ഹൈ സ്പീഡിൽ ബലിസ്റ്റിക് മിസൈൽ വന്നപ്പോൾ എല്ലാം ആകാശത്തിൽ വെച്ച് തകർക്കുവാൻ കഴിഞ്ഞില്ല. അതിനാസ്പദമായി ആരെയും വിമർശനത്തിലില്ല. അതിനാസ്പദമായി ഇതെവിടെ ചെന്ന് വീണു? അത് ഇസ്രയേലിൽ ചെന്ന് വീണു. അത് ചില പ്രത്യേക മതവിഭാഗത്തിലുള്ള സുഹൃത്തുക്കൾ എടുത്തിട്ട് അയൺഡോം എവിടെ ഉപദേശി പ്രസംഗിക്കുന്ന സംരക്ഷണമെല്ലാം തീർന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, 1948 മുതൽ 71 വർഷം വരെ അവരെ ദൈവം കാത്ത ഒരു മെസ്സേജിനകത്ത് 2018 നെയ്യാറ്റിൻകരയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യെറൂശലേം ഇപ്പോൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനനുസരിച്ച് അവർക്ക് കുറേ ടെക്നോളജികൾ കൊടുത്തതിൻ്റെ ഒരു ഭാഗമാണ് അയൺഡോം. അതാ യഹൂദൻ്റെ ബുദ്ധിയും അവൻ്റെ ടെക്നോളജിയും അമേരിക്കയായിട്ട് വെഞ്ചർ ചെയ്ത്. അതൊരിക്കലും യഹോവയല്ല, അതൊരു രക്ഷകനുമല്ല. ഞാൻ ഒരിക്കൽ പോലും ഒരു ക്ലാരിഫിക്കേഷൻ ലൈവോ ഒന്നും വരുന്നില്ല. ചില ഗ്രൂപ്പുകാർ പല പ്രാവശ്യം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സൂമിന് വരാൻ പറ്റുമോ, സംവാദത്തിന് വരുവാൻ പറ്റുമോ? ദൈവനാമത്തിൽ ശ്രമിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഞാൻ സംവാദത്തിൻ്റെയോ ഒരു ലൈവിൻ്റെയോ ആളല്ല. ഒരിക്കൽ പോലും ഒന്നുകിൽ കവലയോഗം, അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ്, അല്ലെങ്കിൽ സ്റ്റേജിൽ മാത്രം പ്രസംഗിക്കുക. ഇത് വിലപ്പെട്ട അനേക കുഞ്ഞുങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രകാരം താഴ്മയോടെ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സഹോദരന്മാർ വളരെ ഇത് എടുത്തിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ ചെയ്തു. ഏതോ മറ്റ് മതവിഭാഗത്തിലുള്ള സുഹൃത്തുക്കൾ ഈ പെൺകുട്ടികളെയും കൊണ്ട് ഓടുന്ന ഒരു പടവും കൂടെ പോസ്റ്റ് ചെയ്തു. ആ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങൾ കേൾക്കുവാൻ വേണ്ടി പറയുന്നത്, ഇസ്രായേലിൽ ഇന്ന് നമ്മളൊരു രാഷ്ട്രത്തെയും പുകഴ്ത്തുവാനും ആൾക്കാരല്ല, സാംസ്കാരിക സുന്ദരമായ ഇന്ത്യയുടെ മണ്ണിലിരുന്ന ഞാനിത് ചെയ്യുന്നത്. അതും തിരുവനന്തപുരം പട്ടണത്തിലിരുന്നതാണ്. 46,000 ഇന്ത്യക്കാർ എംബസി പ്രകാരം ഇസ്രയേലിലുണ്ട്. അതിൽ 30,000 മലയാളി പെൺകുട്ടികൾ കെയർ ടേക്കർമാരായുണ്ട്. ഇന്ത്യൻ രൂപ അനുസരിച്ച് 1,40,000 രൂപ ജോലിക്ക് കിട്ടുന്ന സഹോദരിമാർ വീട്, ഭർത്താവ്, കുഞ്ഞുങ്ങളെ അനുസരിച്ച് അവർ വിട്ടിട്ട് അവിടെ പോയി ഉപജീവനത്തിനും അവരുടെ രക്ഷയ്ക്കും വേണ്ടി ഓടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇറാൻ്റെ മിസൈൽ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഏറ്റവും നിർണായകമായൊരു സംഭവം നടക്കുന്നത്, ഈ പെൺകുട്ടികൾ അവരുടെ കെയർ ടേക്കറായിരിക്കുന്ന മാതാപിതാക്കന്മാരെയും കൊണ്ട് ബങ്കറിനകത്തേക്ക് ഓടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലും വീഡിയോയ്ക്കകത്തിട്ട് കേരളത്തിലെ നമ്മുടെ സഹോദരിമാർ അധ്വാനിക്കുന്നവരെ പോലും ഇകഴ്ത്തിക്കൊണ്ട് ആ ഓടുന്ന കാഴ്ച വരെ വീഡിയോയിലിട്ടപ്പോൾ വൈകാരികമായി ചില കാര്യങ്ങൾ പറയുവാനിടയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവമക്കൾ അത് പറഞ്ഞുകൊണ്ട് അതിനാസ്പദമായി ഈ ഇസ്രയേൽ ഇന്നിങ്ങനെ പോകുന്നെങ്കിലും അവസാനം ഈ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലൊക്കെ വന്നെങ്കിലും ഇത് ചെല്ലുന്നത് ജെറുസലേമിലേക്കാണ്. അതുകൊണ്ട് സഖരിയ പ്രവചനം അടുത്ത ബൈബിൾ സ്റ്റഡികളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 2:3 അന്നാളിൽ ജെറുസലേമിനെ ഭാരമുള്ളൊരു കല്ലാക്കി ദൈവം വെക്കും. ഭൂമിയിലെ സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിൻ്റെ ആദ്യത്തെ മുറിവ് ഈ ടോക്ക് ഷോ കാണുന്നവർക്കറിയാം. അമേരിക്കയിലെ ട്വിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ അവർ ഇസ്രയേലിനെ താങ്ങിയത് കൊണ്ട് ആദ്യമായി അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ തകർന്നത്. അതുപോലെ ഇസ്രയേലിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നവരുടെ സാമ്പിൾ വേൾഡ് ട്രേഡ് സെൻറ്റർ പോലെ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിൻ്റെ പേര് ഒരു അന്തിമ യുദ്ധം. അതാരംഭിക്കുന്നതിന് മുമ്പ് സഭയെ ചേർക്കാൻ വരുമെന്നും കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് വേറെ 2 കാര്യങ്ങളുമുണ്ട്. സഖരിയ പ്രവചനം 12:2-3. അതുപോലെ അതിൻ്റെ ആദ്യത്തെ നിവർത്തി ഒരു കാര്യമുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ നിവർത്തി ഇരമ്യാ പ്രവചനം 22, 21, 22. ഇസ്രായേലേ, നിൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീ എൻ്റെ വാക്ക് കേൾക്കയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിൻ്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും. ഇപ്പോൾ ഇസ്രായേലുമായി കരം കൊടുക്കുന്ന പലരും ഇസ്രായേലിനെ വിട്ടുപോകും. അന്നാ ഈ ജെറുസലേം വിഷയം ലോകത്തിൽ എഴുന്നേറ്റ് വരുന്നത്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതിനാസ്പദമായി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളത് കണ്ടു കഴിഞ്ഞു. യുദ്ധം മുറുകി. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പ്രഹരിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക പതിയെ പിന്മാറി. ഈ ഇസ്രയേലിലെ പ്രധാനമന്ത്രി പോലും അറിഞ്ഞില്ല ഇത്രയും പെട്ടെന്ന് അമേരിക്ക പിന്മാറുമെന്ന്. അഥവാ ഇറാൻ്റെ ഒരു ആക്രമണം ഖത്തറിലെ അൽ ഹുദൈദ് എയർബേസിൽ ഉണ്ടായപ്പോൾ അന്ന് രാത്രി തന്നെ ഖത്തറിൻ്റെ ഭരണാധികാരി ഇടപെട്ട്, മിസ്റ്റർ ട്രംപുമായിട്ട് ഇടപെട്ട് പിറ്റേന്ന് ആ യുദ്ധം നിർത്തൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ട് യുദ്ധം നിർത്തൽ ചെയ്തു? അമേരിക്കയുടെ സാമ്പത്തിക ബഡ്ജറ്റ് വളരെ ലോയാ, അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. മലയാളി സഹോദരങ്ങൾ, ഞാൻ അവിടെ പോയിട്ടുള്ള ടോക്ക് ഷോ കേൾക്കുന്നത്, $100 അയക്കണമെങ്കിൽ 5 രൂപ ടാക്സ് വരെയും, അതുപോലെ നികുതി വളരെ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്നു. 7 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയുടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ലോസ് ആഞ്ചലസിലൊക്കെയും ഇന്ന് മലയാളികൾ തള്ളിവിടുന്നത്. അതിനോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇനി മുന്നോട്ട് യുദ്ധം ചെയ്തു പോകാൻ താല്പര്യമില്ല. അവരുടെ സാമ്പത്തിക ബഡ്ജറ്റിനെ അത് ബാധിക്കും. അമേരിക്കയുടെ ഓഹരി പണികൾ, നാസ്ഡസ്കൊക്കെ വളരെ വിഷയത്തിൽ പോവുക. എണ്ണവില കുതിച്ചു കഴിഞ്ഞാൽ, യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ, എണ്ണവില കുതിച്ചു കഴിഞ്ഞാൽ സകല സാധനത്തിൻ്റെ വില കൂടും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിലക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നു. ഇസ്രയേലിൽ നിന്ന് പോയ പോർ വിമാനങ്ങൾ മടക്കി വരുത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഇത് ചെയ്തെങ്കിൽ സാമ്പത്തികമായിട്ട് ക്ലേശത്തിലാകുന്ന അമേരിക്ക ഇസ്രയേലിനെ കൈവിടുന്നൊരു കാലം. അന്നാ ഇരമ്യാവ് ശക്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, നിൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി എൻ്റെ വാക്ക് കേൾക്കുകയില്ലെന്ന് നിനക്ക് പണ്ടേയുള്ള ശീലം. നിൻ്റെ സ്നേഹിതന്മാർ നിന്നോടൊപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന പലരും പ്രവാസത്തിലേക്ക് പോകുന്നൊരു കാലം വരും. ഇതെല്ലാം പ്രസംഗത്തിലുണ്ട്. പക്ഷേ അതൊന്നും അവരാരും കോട്ട് ചെയ്തിട്ട് ഫുൾ പ്രസംഗമില്ല. അതിനോടനുബന്ധിച്ച് വീണ്ടും ഈ ഭാഗം യെരുശലേമിനെ പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നതിൻ്റെ ഒരു കവചത്തിൻ്റെ ഒരു ഭാഗം, അവരുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു ഭാഗമെന്ന് അയണ്ടവും പറഞ്ഞു. അത് യഹോവയല്ല. വീണ്ടും ആ പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗങ്ങളുണ്ട്. യഹോവ ഇസ്രയേലിനെ കൈവിടും. മത്തായി 23:37. യെരുശലേമേ യെരുശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അതിനോടനുബന്ധിച്ചാം ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം, ലൂക്കോസ് 21:20-21. അന്തിമയുദ്ധം യെരുശലേം, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. ഈ ഫുൾ പ്രസംഗം ഏതോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്തുനിന്ന് ആരോ കട്ട് ചെയ്ത് 2 തുണ്ടെടുത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പുകാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന 2 സഹോദരങ്ങൾ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് അത് വേറെ ഒരു പ്രത്യേക മതവിഭാഗക്കാരെടുത്ത വെറും ഷോർട്ട് സ്ക്രീനും, രണ്ടാമത് ഇസ്രയേലിലെ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളെ കെയർടേക്കറെ കൊണ്ട് ഓടുന്ന ഒരു പടവും കൂടെ ഇട്ടും. അതിനാസ്പദമായി ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തണ്ണിത്തോടെന്ന് പറയുന്ന സ്ഥലത്ത്, പത്തനംതിട്ട ജില്ലയുടെ അവസാന പോയിൻ്റ്, ആ തണ്ണിത്തോട്, കരിമാൻ തോട്, മൂഴി, എസൻ ജംഗ്ഷൻ, തേക്ക് തോട്, അവിടെ ചില പ്രിയ കുഞ്ഞുങ്ങൾ 3 ദിവസം കർത്താവിൻ്റെ വരവ് പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ ഞാൻ അവിടെ പ്രഭാഷണത്തിന് പോയി. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. അപ്പോൾ വെള്ളി പ്രഭാഷണമുണ്ട്, ശനി വൈകിട്ടുണ്ട്, ഞായർ പകൽ അവിടെ ഒരു ഫാമിലി ബെതസ്ത ചർച്ചുകാരോട് പറഞ്ഞു പകൽ ആരാധനയ്ക്ക് കൂടാം, ഞായറാഴ്ച രാത്രി. അപ്പോൾ ശനിയാഴ്ച പകൽ എനിക്ക് കുറച്ച് അവധിയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, സൗരങ്ങളെ, നമുക്ക് ഈ മലയോര മേഖലയിൽ മുൻകൂട്ടി നിങ്ങൾ നിശ്ചയിച്ചെങ്കിൽ ഒരു 6-7 ടൗണിൽ നമുക്ക് ഈ പരസ്യയോഗത്തിൽ മദ്യം മയക്കുമരുന്നിനെ പറ്റി പ്രഭാഷണം നടത്താം. അതിനാസ്പദമായ യോഗം തുടങ്ങിയത് പത്തനംതിട്ട ജില്ലയുടെ അവസാന ഭാഗമായ കരിമാൻ തോട്, അതിനുശേഷം പിന്നെ മലകളും കടുവ ഇറങ്ങുന്ന സ്ഥലങ്ങളുമൊക്കെയാണ്. അവിടുന്ന് 9:30 യോഗം ആരംഭിച്ചു. 1 കവല, 2 തേക്ക് തോട്, 3 മൂഴി, 4 എസൻ ജംഗ്ഷൻ, 5 തണ്ണിത്തോട്. ഇങ്ങനെ 5 ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഏകദേശം 1:30 മണിയായി. മഴയും ഉണ്ട്. ഞാനന്ന് സാധാരണ എനിക്ക് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് രാവിലെ ഇൻസുലിനും എടുത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു ഒരു ചായയും ഒരു കടിക്കാൻ എന്തെങ്കിലും തന്നു. കുഞ്ഞുങ്ങൾ വളരെ സ്നേഹത്തോടെ സഹായിച്ചു. അപ്പം അതിലുള്ള ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ചായൻ ഭയങ്കര സന്തോഷമായി. MDMA, മയക്കുമരുന്ന്, ലിവർ സിറോസിസ് ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് ചാൻ, അദ്ദേഹം പറഞ്ഞു നമുക്ക് ചിറ്റാറ് വരെ ഒന്ന് പോയി ഒരു പരസ്യയോഗത്തിലൂടെ പ്രസംഗിക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാനും വിചാരിച്ചു ദൈവകുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ്. പിറ്റേന്ന് സമയമില്ല. ഞാൻ ചിറ്റാറിലെത്തിയപ്പോൾ ഏകദേശം 1:30 മണിയായി. 1:30 മണിക്ക് അവിടെ ഇറങ്ങി വെള്ളം കുടിച്ചിട്ട് 45 മിനിറ്റ് ഞാൻ ചിറ്റാർ ബസ് സ്റ്റാൻഡിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നും അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഏക സത്യദൈവം യേശു ക്രിസ്തു എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് MDMA പറ്റിയും ഹാഷിനെ പറ്റിയും കഞ്ചാവ് ഓയിലിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനേകം ഇസ്ലാം സഹോദരങ്ങൾ വന്നിട്ട് എനിക്ക് അവിടെ കൈ തന്നു. അവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ വിളിച്ച സാറേ ഇവിടെ മദ്യവും മയക്കുമരുന്നും വളരെ സജീവമാണ്, ഇത് കേൾക്കുന്നവർ. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അവിടുന്ന് 2.5 മണിക്ക് യാത്ര ചെയ്തു. അപ്പോൾ അവരുടെ ഒരാഗ്രഹവും കൂടെ തണ്ണിത്തോട് ഒരു പോയിൻ്റ് കൂടെ പ്രസംഗിക്കണമെന്ന്. ഞാനൊരു ആഹാരവും കഴിച്ചില്ല. 2.5 മണിക്ക് വീണ്ടും തണ്ണിത്തോട് ബസ് സ്റ്റാൻഡിൽ വന്ന് 1 മണിക്കൂറൂടെ പ്രസംഗിച്ചപ്പോൾ 3:30 അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലില്ല. ഞാൻ അന്നേരം പരിശോധന പോകുന്നുണ്ട്, മൊബൈൽ എടുത്തതുമില്ല. 3:45 ഭക്ഷണം കഴിക്കാൻ വന്നു. ഞാൻ വളരെ ക്ഷീണം കൊണ്ട് അല്പ ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ മൊബൈൽ എടുത്തപ്പോൾ അതിനകത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്, പേര് ഞാൻ വെളിപ്പെടുത്തില്ല. അദ്ദേഹം എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ദൈവദാസനെ താങ്കൾ ചിറ്റാറിൽ പ്രസംഗിക്കുന്നത് കണ്ടു. അതേസമയം ഗ്രൂപ്പുകാർ അയൺ ഡോം എന്ന പേരിൽ എവിടുന്നോ കിട്ടിയ ക്ലിപ്പ് എടുത്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു, നേഴ്സുമാർ ഓടുന്ന കാഴ്ച. ഞാൻ ഭക്ഷണം കഴിച്ചു. 7 മണിക്ക് സ്റ്റേജിൽ വന്നപ്പോൾ വളരെ വേദനയോടെ അന്ന് 6 കവലകളിൽ 7 കവലകളിൽ 40 മിനിറ്റോളം പ്രസംഗിച്ചു. അന്നേരം തന്നെ ഒരു 7 മണിക്കൂർ പ്രസംഗിച്ചതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അതിനാസ്പദമായി ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേദനയുണ്ട്, യാതനയുണ്ട്, വിഷമമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ പോസ്റ്റ് ഇടുന്നത് നല്ലതാണ്, സ്റ്റേജിൽ കയറുന്നത് നല്ലതാണ്, പ്രസംഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ അവരുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇടണം. ഞങ്ങളൊക്കെ മരുന്നും ഇൻസുലിനും എടുത്ത് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. അത് ഞാൻ പറഞ്ഞു, ദൈവവചനത്തെ മറുതലിക്കുന്നവരെ നിങ്ങളിത് ഓർക്കണം. ദൈവം ന്യായവിധിയുടെ ദൈവമാണ്. അബ്രഹാമിൻ്റെ മമ്രയുടെ തോപ്പിൽ അവിടെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത സോദോമിനെ ന്യായം വിധിച്ചവനും ആ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ പറയാം, ആ പ്രസംഗത്തിൽ ഇച്ചിരി കടന്ന കൈയായി ന്യായവിധി എന്ന് പറഞ്ഞ 3-4 ഭാഗം പല ഭാഗത്തും ഉൾപ്പെടുത്തി നിങ്ങളുടെ തലമുറകളെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അത് ആരും തെറ്റായി വ്യാഖ്യാനിക്കേണ്ട. അന്നേരത്തെ ആ ഇമോഷൻ, ഓരോ മനുഷ്യനും ഓരോ ഇമോഷനുണ്ട്, ടെൻഷനുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പാസ്റ്റർമാരുടെ മക്കളെന്നോ സഭാ നേതാക്കളുടെ മക്കളെന്നോ ദൈവമക്കളെന്നോ ഒരിക്കൽ പോലും ആക്ഷേപിച്ചിട്ടില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം എടുത്താൽ പറഞ്ഞത്, ഞാൻ വരികയും നീ മടങ്ങി വരാതിരിക്കുകയും ചെയ്താൽ എൻ്റെ നിലവിളക്ക് നിൻ്റെ നിലയിൽ തന്നെ കെടുത്തിക്കളയും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇങ്ങനെ ഒരു ഭാഗമായിരുന്നു കൃപയാൽ പറഞ്ഞു നിർത്തിയത്. അവിടെ ഞാൻ നിർവ്യാജം ചില വാക്കുകൾ കടത്തുപോയി. അത് ചില ആൾക്കാർ പറയുന്ന പോലെ മൈക്ക് കൈ കിട്ടിയാൽ ചില വാക്കുകൾ കടത്തു. എങ്കിലും ഒരു വ്യക്തിയുടെ പേര് പരാമർശിച്ചില്ല, ഒരു സഭാ നേതാവിൻ്റെ പേര് പരാമർശിച്ചില്ല, എന്നോടൊപ്പം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പേര് പരാമർശിച്ചില്ല. ഞാൻ അതിൽ ഒരു കാര്യം പരാമർശിച്ചത് ദൈവവചനം. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോഴും ആ വീഡിയോ ഓൺലൈനിൽ കിടപ്പുണ്ട്. അതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്, സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ പറ്റി പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പണം തരാം, സന്തോഷം. അത് കഴിഞ്ഞ് ചങ്കൂറ്റത്തോടെ 4-5 ദിവസം ഒരേ സമയം പ്രസംഗിക്കുമ്പോൾ തൻ്റെ ഇടത്തോടെ പറഞ്ഞ് അതിനകത്ത് വേണേ 5 സെൻറ്റ് വസ്തുവും വാങ്ങിച്ചു തരാം. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ വാക്കുകൾ ഏതൊക്കെയോ സഹോദരങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടായി. അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ലൈനിൽ കൂടി തിരുവചനം പ്രസംഗിക്കുന്ന ഞാൻ സ്റ്റേജിനകത്ത് പ്രസംഗിച്ചപ്പോൾ ഏതോ ന്യായവിധിയുടെ വാക്കുകൾ എൻ്റെ അതരത്തിൽ നിന്ന് വന്ന് അത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ക്ഷമ ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. സങ്കീർത്തനം 50:22. ഒരു പകൽ മുഴുവനും മഴയത്ത് ആഹാരം കഴിക്കാതെ പരസ്യയോഗവും പ്രസംഗിച്ച് 4 മണിക്ക് വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ച് 7 മണിക്ക് വെള്ള ഉടുപ്പോട്ട് സ്റ്റേജിൽ കയറുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, ഞാനടക്കം എൻ്റെ സുഹൃത്തുക്കൾ അനവധി പേര് സ്റ്റേജിലുണ്ട്, ഞാനടക്കം എല്ലാവരും വളരെ ടെൻഷനെ കാര്യം മെഡിസിനൊക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കാര്യം വന്നത് ഓർത്ത് അതനുസരിച്ച് അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ പോസ്റ്റ് കണ്ട്. ആദ്യത്തെ പോസ്റ്റ് കണ്ടിട്ട് അയൺ ഡോം എന്ന് പറയുന്നൊരു രേഖ മാർക്കിങ് ഇങ്ങനെയൊക്കെ ഇടാൻ പറഞ്ഞു, പോളിംഗൊക്കെ നടത്തു കണ്ടു. അതിലെനിക്കൊരു പരിഭവവുമില്ല. രണ്ടാമത് മലയാളി പെൺകുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെയും കൊണ്ട് കെയർടേക്കറായി ഓടുന്ന ഒരു വീഡിയോയും ഇസ്രയേലിനകത്ത് അയൺ ഡോമിനെ ഭേദിച്ച് മിസൈൽ വീഴുന്ന കണ്ടിട്ട് അയൺ ഡോം എന്ന യഹോവ എവിടെയെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോഴാണ് അങ്ങനൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറായത്. അത് കഴിഞ്ഞതിന് ശേഷവും ആ വീഡിയോ ഇട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ റീച്ചിന് വേണ്ടി, ഞാൻ അദ്ദേഹത്തെ ഒരു വിമർശനമില്ല,
സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ പറ്റി തുണ്ടിടുന്നവരുടെ മുന്നറിയിപ്പെന്ന് വെച്ചാണ് അദ്ദേഹം ആ ലൈവ് കൺവെൻഷൻ കൂടാതെ എക്സ്ട്രാ അത് കട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വിട്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 55,000 പേര് കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് അദ്ദേഹം ഇട്ടതായിരിക്കും, ഞാൻ വിമർശിക്കാൻ ആളല്ല. അത് കണ്ടിട്ട് വീണ്ടും ചില ഗ്രൂപ്പുകാർ ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബ്രദറൻ സഭയിൽ അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു ഇടപാടുമില്ല, അദ്ദേഹത്തിൻ്റെ പേരും വെളിപ്പെടുത്തുന്നില്ല, സീനിയറായിട്ടൊരു വ്യക്തി, ഇന്ന് വരെയും ഇല്ലാത്തൊരു വ്യക്തി, ഈ ഇറാൻ ഈ പ്രോക്സികളെ എടുക്കുന്നത് പോലെ ഹമാസിനെയും അതുപോലെ തന്നെ ഹൂത്തിയെയും ഹിസ്ബുള്ളെ എടുക്കുന്ന പോലെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം എനിക്കെതിരെ വന്നു. അദ്ദേഹം എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നിട്ടില്ല, ആ സഭയായിട്ട് എനിക്കൊരു ബന്ധമില്ല. പ്രിയ സാറേ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിർവഹിക്കുക. ഒരു വ്യക്തിയുടെ വാക്ക് ഏതെങ്കിലും അടർത്തിയിട്ട് ഞാൻ നിങ്ങളോട് സംവാദത്തിന് വരാൻ ഞാൻ ആളല്ല, ഞാൻ ലൈവിൽ വരാനും ആളല്ല. പിന്നെ ഈ ബ്രദർല സാറിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എനിക്കൊരു കാരണവശാലും ആവശ്യമില്ല. ഇന്ന് വരെയും പ്രസംഗിച്ചിട്ട് ഞാൻ അങ്ങാരെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പല ആരോപണങ്ങൾക്കും വിധേയനായ ഒരു വ്യക്തിക്ക് ആരോ ഇത് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹവും 2 പോസ്റ്റ് ഇതിനകത്തിട്ടു. വളരെ സന്തോഷം, അദ്ദേഹത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ബസ് സ്റ്റാൻഡിൽ പഴയ കാലത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ സ്നേഹത്തോടെ ലൈവ് കാണുന്നവർ, ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കല്ലെറിയാൻ പറ്റാത്ത ആളുണ്ട്, കല്ല് സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നത് പോലെ ഈ വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ഈ 2 സഹോദരന്മാർ പലർക്കും ഇത് ഇട്ടുകൊടുത്തിട്ട് സുവിശേഷകനായ എന്നെ പലതരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. എനിക്കതിൽ സന്തോഷമുള്ളൂ. ഈ ലൈവ് ടോക്ക് ഷോ കാണുന്നവരോട് ഞാനൊരു സഭയ്ക്കെതിരല്ല, ഞാനൊരു സംഘടനയ്ക്കെതിരല്ല, ഞാനൊരു ദൈവമക്കൾക്കെതിരല്ല. പക്ഷേ പല കല്ലുകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വീഴുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കല്ലെങ്കിലും തിരിച്ച് പ്രതികാരിക്കാറ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സഹോദരനിട്ട് താങ്കൾ കമൻ്റ് ഇടുന്നു. സഹോദര, സ്റ്റേജിൽ പ്രസംഗിക്കുന്നവന് കമൻ്റ് ഇടാൻ എന്താ അധികാരമില്ലെന്നൊരു സംശയമുണ്ട്. അപ്പോൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവർ കമൻ്റ് ഇടരുത്, ഇനി സ്റ്റേജിൽ പ്രസംഗിക്കുന്നവർ കല്യാണം കഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ സംഘടനകളുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്ന് ദയവ് ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏത് മനുഷ്യനിലും കുറവ് കണ്ടേക്കാം. സ്റ്റേജിൽ നിൽക്കുന്നവർ പൂർണ്ണ വിശുദ്ധരല്ല. ചില നാളുകൾ ഈ ഗ്രൂപ്പുകാരെല്ലാം എനിക്കെതിരെ പലപ്പോഴും പല പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിന് പലപ്പോഴും പ്രതികരിക്കാൻ പോയില്ല. എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി ടീം വർക്കായി ഒരാക്രമണം നടന്നപ്പോൾ ഒരുപക്ഷെ ചില കമൻ്റ് ഇട്ട് കാണും, കഠിന ഭാഷയിൽ വിമർശിച്ച് കാണും. ദൈവനാമത്തിൽ ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മുട്ടം ബെന്നി സാർ, ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ആളല്ല, ചില വർഷങ്ങളായി ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ചില വാക്കുകളെടുത്ത് പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അത് ഞാൻ ഉൾക്കൊണ്ടു. പിന്നെ അതിന് ശേഷം ആ സാർ, അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയത്തില്ല, ഒരിടപാടുമില്ല, അദ്ദേഹം എനിക്കെതിരെ ഒരു ഇത് ചെയ്തിട്ടുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അത് മനസ്സിലാക്കി കാണും. എല്ലാം തികഞ്ഞല്ല, ചിലപ്പോൾ ഒരു വാക്ക് വേരിയേഷൻ ഉണ്ടായാലും. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ളവർ ചില തൽപര കക്ഷികളുടെ താല്പര്യ നിമിത്തമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നവൻ്റെ വേദന, ദുഃഖം, അവൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ചില വാക്കുകൾ പറഞ്ഞതെടുത്ത് മക്കളെ ശപിക്കുമെന്നല്ല, ഒരു ദൈവദാസൻ്റെ മക്കളെ ശപിക്കുമെന്നല്ല, ദൈവസഭയിൽ പോകുന്നവൻ്റെ മക്കളെ ശപിക്കുമെന്നല്ല, സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ മക്കളെ ശപിക്കുമെന്നല്ല, സത്യവചനം പറയുന്ന ദൈവ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും അന്യമതക്കാരോ മറ്റവരും എടുത്തിട്ട് ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്ത് അത് ടിക്ടോക്കിൽ ലോകം മൊത്തം ഓടുന്നു. പിന്നെ ആ ഗ്രൂപ്പിലെ ഒരു സഹോദരൻ പറയുന്നത് സാജു പാസ്റ്റർ വൈറലായി. എൻ്റെ സഹോദരൻ, ഞാൻ വളരെ ഇൻ്റർനാഷണൽ പ്രഭാഷകനൊന്നുമല്ല. ഈ ഗ്രൂപ്പിലിട്ട സഹോദരനോട്, ഞാനിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. 1800 രാത്രികളിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പ്രഭാഷണം നടത്താനിടയായി. ഞാൻ താങ്കൾ ഇരിക്കുന്ന എമിറേറ്റ്സിൽ വന്ന് IPCയുടെ UAE റീജിയൻ കൺവെൻഷൻ പ്രസംഗിച്ച് പോയതാണ്. അവരെന്നോട് നല്ല സഹകരണം കാണിച്ചു. 6 ദിവസം ഞാൻ മടങ്ങിപ്പോയതാണ്. ഇന്ന് വരെയും ഒരു പണത്തിന് വേണ്ടിയോ ഒരു വേദിക്ക് വേണ്ടിയോ ഒരു കസേരയ്ക്ക് വേണ്ടിയോ ഞാൻ നിന്നിട്ടില്ല. ഒരു സെൻട്രൽ പാസ്റ്ററോ കമ്മിറ്റി മെമ്പറോ ഒരു സെക്രട്ടറിയോ കമ്മിറ്റിയിലെ അംഗമല്ല. ഞാനൊരു എളിയ സുവിശേഷ പ്രവർത്തകൻ. അതുകൊണ്ട് എന്നെ യോഗത്തിന് വിളിച്ച പ്രിയപ്പെട്ടവർക്കറിയാം, ഞാൻ അവരോട് മാന്യമായി സഹകരിക്കും. സ്റ്റേജിൽ ചെല്ലുമ്പോൾ ദൈവദാസന്മാർക്ക് മാന്യത കൊടുക്കും. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവദാസന്മാരെയും ഇന്ന് വരെ സ്റ്റേജിൽ വെച്ച് ഒരപവാദ വാക്ക് പോലും പറയുവാൻ നാവ് കൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അതുപോലെ എന്നോട് പാടുന്ന ദൈവ കുഞ്ഞുങ്ങൾ, കേരളത്തിലെ എല്ലാ പാട്ടുകാരും അതുപോലെ തന്നെ എന്നോട് പല സ്റ്റേജുകളിൽ സഹകരിച്ചതാണ്. യോഗം കഴിയുമ്പോൾ
ഇന്നത്തെ പ്രഭാഷകർ പലരും വേദി വിട്ട് പുറകെ കൂടെ സ്ഥലം വിടുമ്പോൾ എനിക്ക് അവരൊരുക്കി കാപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മുറിയിൽ ഇന്ന് വരെ ഞാനിരുന്ന് കഴിച്ചിട്ടില്ല. എന്നോടൊപ്പം പാട്ടുപാടിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇന്ന് വരെയും ആഹാരം കഴിച്ചത്. ആ സ്നേഹം ഇന്നും നാമധേയ സഭകൾ കൊണ്ട് ഞാനിത് കൊടുക്കുമ്പോൾ തന്നെ CSIയിൽ പ്രസംഗിക്കുന്നു, മാർത്തോമയിൽ പ്രസംഗിക്കുന്നു, അതുപോലെ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ. കൃപയാൽ ഇന്നലെയും കന്യാകുമാരി അവരുടെ ജില്ലയിൽ ഇവാഞ്ചലിക്കലിൻ്റെ ഡയോസിസ് കൺവെൻഷന് വേണ്ടി തമിഴ്നാടും എന്നെ വിളിക്കുവാനിടയായി. അപ്പോൾ അച്ഛന്മാരെല്ലാം പറയുന്നുണ്ട്, താങ്കളൊരു പെന്തക്കോസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നെങ്കിലും എല്ലാവരോടും അതിൻ്റേത് മാന്യത. അതുപോലെ ഈ ഗ്രൂപ്പിൽ അവരെഴുതിയിരിക്കുന്ന കമൻ്റ് എടുത്ത്, സഹോദര ഞങ്ങളൊക്കെയും എല്ലാ കാലത്തും എല്ലാവരും ഇങ്ങനെ താഴ്മയോടെ ഇരിക്കും എന്നതല്ല, ചില കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ തയ്യാറാവും. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പലരും പ്രതികരിക്കാറില്ല. മലയാളത്തിലൊരു വാക്ക് രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ട കാര്യമല്ലോ. ഞാനൊരു പോലീസ് കേസ് പ്രതിയല്ല, ഞാനൊരു FIR കേസിൽ പ്രതിയല്ല, സംഘടനയുടെ പണം തട്ടിയ ആളല്ല, അല്ലെ ആർക്കെങ്കിലും നിയമനം കൊടുക്കാമെന്ന് പിൻവാതിൽ കൂടി കാശ് മേടിച്ച ആളല്ല. അതുകൊണ്ട് നല്ല ചങ്കൂറ്റത്തോടെ ഒരിക്കൽ കൂടി പ്രതികരിക്കുവാൻ കഴിവുണ്ടെന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു സ്ലോട്ട് എടുത്ത് നിങ്ങളൊരു വ്യക്തിയെ അധിക്ഷേപിക്കുമ്പോൾ അത് ദൈവനാമത്തിനോടുള്ള നിന്ദയായി വരരുത്, അത് നിങ്ങൾക്ക് ദൈവം ഭാരമായി വെക്കരുത്. പല കുഞ്ഞുങ്ങളും എവിടെ ഓസ്ട്രേലിയയിലോ ഇരുന്നൊക്കെ പല പാസ്റ്റർമാരോ ആരൊക്കെയോ പല കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ ദൈവമക്കളോട് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മകനെ നിങ്ങളൊക്കെ വന്ന് ഈ പരസ്യയോഗത്തിലും കവലയോഗത്തിലും ഒക്കെ ഒന്ന് പ്രസംഗിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കമൻ്റ് ഇടാനും തുണ്ട് കൊടുക്കാനും അതിനെ സൂമിൽ വരാനും ഒന്നും ദൈവനാമത്തിൽ ഞാൻ തയ്യാറുള്ള ആളുമല്ല. അതുപോലെ തന്നെ ഒരു വിദേശ യാത്ര നടത്തുന്ന സമയത്ത് നമുക്ക് പാസ്പോർട്ടുണ്ട്, ബോർഡിംഗ് പാസ്സുണ്ട്, ടിക്കറ്റുണ്ട്, പാസ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ചെക്ക് പോലെ ഒരു ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ഗേറ്റ് തുറക്കുന്ന പോലെ ഇന്ന് ചില ഗ്രൂപ്പുകാർ വിചാരിക്കുന്നുണ്ട് അവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വേദി കിട്ടുമെന്ന്, അവരെ കാല് പിടിച്ചെങ്കിൽ മാത്രമേ വേദി കിട്ടുമെന്ന്. അത് മിഥ്യമായ ധാരണയാണ് സഹോദരങ്ങൾ, നിങ്ങളത് മനസ്സിലാക്കുക. കേരളത്തിലെ മുൻനിര പ്രസ്ഥാനങ്ങൾ ഒരിക്കൽ കൂടി ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ 80 സെൻട്രൽ കൺവെൻഷനുകളിൽ കൃപയാൽ പ്രസംഗിക്കാനിടയായിത്തീർന്നു. അസംബ്ലീസ് കോഡിൻ്റെ മിക്ക കൺവെൻഷനിലും, ചർച്ച് കോഡിൻ്റെ ഡിസ്ട്രിക്ട് കൺവെൻഷനിലും, ഷാരോൺ ഫെലോഷിപ്പ് അടക്കം ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അനവധി വേദികൾ അതുപോലെ പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ബഹുമാന്യ സഹോദരങ്ങളോട് ദൈവനാമത്തിൽ പറയുന്നു, സത്യസുവിശേഷം മറയില്ലാതെ പ്രസംഗിക്കുവാൻ കരുത്തോടെ നിൽക്കുന്ന ഒരു വേലക്കാരന് നിങ്ങളുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട. അതിനകത്ത് വേറെ ചിലർ എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്, ഞാനതൊന്നും മൊബൈലിൽ കോട്ട് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ക്യാമറയുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി, താങ്കൾ ഇനി സ്റ്റേജ് പോയാൽ എങ്ങനെ ജീവിക്കും? കുഞ്ഞെ, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹാഗാറിൻ്റെ ദൈവം നമ്മളെ കൈവിടത്തില്ല. ഏലിയാവിന് കാക്കയെ അയക്കുവാൻ നല്ലൊരു കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് യഹോവ എൻ്റെ രക്ഷയും എൻ്റെ വെളിച്ചവും, ഞാൻ ആരെ ഭയപ്പെടും? അതുകൊണ്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് എന്തെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ വചനം പ്രസംഗിക്കുന്ന ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ ക്ഷമിക്കുന്നു. ഒരു ദൈവദാസനെയോ ഒരു കുഞ്ഞുങ്ങളെയോ ഒരു വ്യക്തികളെയോ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തോ അവരുടെ കുടുംബത്തെ പറ്റിയോ അവരുടെ ജീവിതത്തെ പറ്റിയോ ഒരു വചനം പിടിക്കുന്ന തലമുറകളെ പറ്റിയോ പറയുന്നില്ല. ദൈവവചനത്തിൻ്റെ ഭാഗമെടുത്ത് ഒരു സത്യസുവിശേഷം പറയുന്ന വ്യക്തിക്കെതിരെ ഏതെങ്കിലും ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന ഒരു സ്ലോട്ടിട്ട് നിങ്ങൾ അപകീർത്തിപ്പെടുമ്പോൾ ദൂഷിക്കപ്പെടുന്നത് ദൈവനാമ. ടിക്ടോക്കിലിട്ടവർ വീഡിയോ പിൻവലിച്ചു, ആ സമുദായം ഇട്ടവരും വീഡിയോ പിൻവലിച്ചു കൊണ്ടുപോയി. പക്ഷേ ഇന്നും നമ്മുടെ ആൾക്കാർ അത് വെച്ച് അവരുടെ ഗ്രൂപ്പിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ആരുടെയും നിർബന്ധപ്രകാരമല്ല. അനേക ദൈവ കുഞ്ഞുങ്ങൾ അനേക നാട്ടിൽ നിന്ന് എന്നോടൊപ്പം സംസാരിച്ചത് കൊണ്ട് ഈ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്. വൺ മോർ ടൈം റിവൈസ്. ഈ അഭിമുഖത്തിൽ ഞാൻ ഈ ലൈവിൽ ഈ വീഡിയോ ടോക്കിൽ കൊടുക്കുമ്പോൾ അയൺഡോം ഒരിക്കലും യഹോവയല്ല, അല്ലെങ്കിൽ ആരോ യഹോവയല്ല, ഡേവിഡ് സ്ലിംഗ് യഹോവയല്ല, താഡ് സിസ്റ്റം യഹോവയല്ല. ഇസ്രായേലിൻ്റെ ടെക്നോളജിയിൽ ദൈവം അവർക്ക് പകർന്നു കൊടുത്ത ഒരു ടെക്നോളജി ഡിവൈസായി ഇത്. അതുകൊണ്ട് യെരുശലേമിലേക്ക് പോലും അത്യാവശ്യം മിസൈലൊക്കെ വീഴാതെ അവരുടെ ടെക്നോളജി അവർ കാത്തു. അതുകൊണ്ട് അയൺ ഡോം യഹോവയല്ല, സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാക്കും. ആ യെരുശലേമിനെ പിന്നെ കൈവിടുന്നത് യഹൂദൻ്റെ നിലവിളി ഉയരും. അതുകൊണ്ട് എസെക്കേൽ 38:7 ഏറിയ നാൾ കഴിഞ്ഞ് ഇസ്രായേൽ സന്ദർശിക്കപ്പെടും. അതാ വാളിനൊഴിഞ്ഞു പോയതും
പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഒടുക്കം നീ വന്നു ചേരും. അത് നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിരം. അന്നേരമാ ഈ യെരുശലേമിലൊക്കെ നിലവിളി വരുന്നത്. അതിനൊരുപാട് സമയമുണ്ട്. അതിൻ്റെ തുടക്കമാ ഇറാൻ വിഷയത്തിൽ റഷ്യ, വടക്കൻ കൊറിയ, ചൈന ഇതൊരുമിക്കുന്നത് ഒരു ലോകമഹായുദ്ധത്തിൻ്റെ വഴിത്താര ലോകം രണ്ട് ചേരിൽ. അതുപോലെ വിശുദ്ധ ബൈബിൾ ആരെയും ശപിക്കാൻ പറയുന്നില്ല, ന്യായവിധി മാത്രമാണ് ഞാൻ പറഞ്ഞ് ദൈവത്തോട് മറുതല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഞാൻ പേര് പറഞ്ഞ് ആരെയും ശപിക്കാനല്ല, വചനത്തോട് മറുതലിച്ചാൽ ഈ പ്രസംഗിക്കുന്ന ഞാനും തിരുവചനത്തോട് മറുതലിച്ചാൽ എനിക്കും ന്യായവിധി ഉണ്ടാകുന്നൊരു വാക്യം അവിടെ കൺസെപ്റ്റ് ചെയ്ത് അതിനകത്ത് 1-2 വേടുകൾ ഒരതിര് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്കോ പോസ്റ്റ് ഇടുന്ന സഹോദരങ്ങൾക്കോ ക്ഷമിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും. പോസ്റ്റ് ഇടുന്ന സഹോദരന്മാരെ, ഇന്ന് ഇതിനകത്ത് ഈ ബൂസ്റ്റ് എന്ന് പറഞ്ഞ് പോസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൂടെ ഒന്ന് മേമ്പടി കിട്ടാൻ ബ്രദറിലെ അച്ചായനെ കൊണ്ടും അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തുള്ള പിന്നെ ഇന്നും കേസ് നിലനിൽക്കുന്ന സഹോദരനെ കൊണ്ടുമൊക്കെ ഒരു സുവിശേഷകനെതിരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടാൽ തകർന്നു പോകുന്നതല്ല ആത്മീയ ജീവിതം. യഹോവ വിശ്വസ്തൻ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ലൈവ് കാണുന്ന ദൈവമക്കൾക്ക് ഞാനൊക്കെ പഠിച്ചതുകൊണ്ട് പറയാം, ഇംഗ്ലീഷിൽ നല്ലൊരു വേർഡുണ്ട്, ഗീവ് റെസ്പെക്റ്റ് ദെൻ ടേക്ക് റെസ്പെക്റ്റ്. അതുകൊണ്ട് ആ സ്റ്റേജിനകത്ത് 6:30 പാട്ടുകാർ വരുന്നതിന് മുമ്പ് ഞാൻ വരികയും വാക്യം കൊടുക്കുകയും അവസാനത്തെ പാട്ട് എഴുതി കൊടുക്കുകയും അവിടെ ഇരിക്കുന്ന സഭാ മക്കളെയോ സഭാ നേതാക്കളെയോ അതുപോലെ ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെയോ ഒരു വാക്കുകൊണ്ട് പോലും ഇതുവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദൈവമക്കൾ വിചാരിക്കും, എന്തുകൊണ്ട് ഈ ക്ലാരിഫിക്കേഷൻ? ഇതൊരു സംഘടന പറഞ്ഞിട്ടല്ല, ഒരു സഭ പറഞ്ഞിട്ടല്ല, ഒരു വ്യക്തി പറഞ്ഞിട്ടല്ല. പ്രഭാഷണം കേൾക്കുന്ന ചില ദൈവ കുഞ്ഞുങ്ങൾ എളിയവനായ എന്നോട്, പാസ്റ്ററെ, ഇന്നത്തെ ആ ഇസ്രായേലിൻ്റെ വിഷയവും പാസ്റ്ററിനെതിരെ വന്ന ഒരു കമൻ്റ്, ഒരു ആരോപണത്തിന് താൽക്കാലികമായി ഒരു മറുപടിയാണ്. ഇതൊരു വെല്ലുവിളിയല്ല. പലരും പറഞ്ഞതുകൊണ്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന. അതുമാത്രമല്ല, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1-2 കാര്യങ്ങൾ കൂടെ പറയാൻ. പലപ്പോഴും സ്റ്റേജിൽ പ്രസംഗിക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാനൊരു സാമുദായിക കുടുംബത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പോസ്റ്റിനകത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ സ്റ്റേജ് പോയാൽ കർത്തൃദാസൻ എങ്ങനെ ജീവിക്കുമെന്ന്. ഒരു കാര്യം കൂടെ പറയുക, ശാരീരികമായ ക്ലേശമുണ്ടെങ്കിലും കൃപയാൽ വീട്ടിൽ 3 ഡോക്ടേഴ്സുണ്ട്. എൻ്റെ സഹോദരങ്ങളുടെ മക്കൾ, ഒരാൾ CMCയും ഒരാൾ പരിമലയും അതുപോലെ തന്നെ ഒരാൾ മംഗലാപുരം. വീട്ടിലൊരു പൈതൽ കൃപയാൽ ഇപ്പോൾ IPSന് കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിലൊരു വ്യക്തിയാകുന്ന എൻ്റെ വളരെ അംഗങ്ങളുള്ളൊരു കുടുംബം, എന്തെങ്കിലും ഒരു വീഴ്ച വന്നാലോ ഒരു കാര്യം വന്നാലോ അവർ നോക്കാനും കാണാനും ഉണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ഇടുന്ന സ്നേഹമുള്ള സഹോദരങ്ങളോട് നിങ്ങൾ കൈത്താങ്ങേണ്ട കാര്യമില്ല, നോക്കാൻ ആവശ്യമുണ്ട്, കഴിക്കാൻ മരുന്ന് തരാൻ വീട്ടിൽ ഡോക്ടർമാരും ഉണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ചാത്തന്നൂരിൽ നിന്ന് വന്നത്. അതുകൊണ്ട് പലരും ഇങ്ങനൊരു കാര്യമുണ്ട്, സ്റ്റേജ് പോകും. സഹോദര, സ്റ്റേജ് ദൈവം തരുന്നതാണ്. പ്രാർത്ഥിക്കുന്നവനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ദൈവം എത്തിക്കും. 800 പഞ്ചായത്തിലും 55 മുനിസിപ്പാലിറ്റിയിലും പ്രസംഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. തിരുവനന്തപുരം പട്ടണത്തിൽ 1987 ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായ തിരുവനന്തപുരം പാളയത്ത് ഞാൻ വരുന്നത്. ഏകദേശം 38 വർഷമായി ഈ പട്ടണവുമായി ഏറ്റവും അധികം ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ ഉന്നത സെക്രട്ടേറിയറ്റിലായാലും പോലീസിലായാലും AGS ഓഫീസിലായാലും അതുപോലെ തന്നെ ആശുപത്രി മേഖലയിലായാലും എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. LMS അഥവാ CSI പാളയം കോമ്പൗണ്ട് ദക്ഷിണ കേരള മഹാ ഇടവക, അവർ 200-ൽ പരം പള്ളികളിൽ പ്രഭാഷണം നടത്തിയ ഒരു വ്യക്തിയാണ് സാജു ചാത്തന്നൂർ. അടുത്ത ദിവസങ്ങളിൽ അവരുടെ കൺവെൻഷൻ ഉണ്ട്. അവിടെ പല വിഷയങ്ങളുണ്ടെങ്കിലും അവർക്ക് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. ഇന്നും ആത്മാർത്ഥമായ സഹകരണത്തോടെ എന്നോട് ഇടപെടുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്തൊക്കെ ചെയ്തു? കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ ചോദിച്ചു, നിങ്ങൾക്ക് പണം കിട്ടുന്ന കാര്യം കിട്ടും. സുഹൃത്തുക്കളെ, എനിക്കൊരു 36 ലക്ഷം രൂപയുടെ ഇന്നോവയില്ല, എൻ്റെ കൂടെ ഗൺമാനില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇന്നും ബസ്സിൽ യാത്ര ചെയ്ത് പോയി പ്രസംഗിക്കുന്നു. ആൾക്കാർ തരുന്ന വണ്ടിക്കൂലിയുമായിട്ട് 4 ദിവസം പ്രസംഗിച്ചാലും അതുമായി തിരിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ല നന്മകൾ കർത്താവിൻ്റെ കൃപയാൽ ഈ വീഡിയോയിൽ ആ ഭാഗം ദൈവനാമത്തിൽ ചേർക്കുന്നു. വിമർശനത്തിനല്ല, കലൈപുരത്തെ സങ്കേതമെന്ന് പറയുന്ന ഒരു അനാഥ മന്ദിരത്തിന് വേണ്ടിയൊക്കെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നു. സ്തോത്രം. കലൈപുരം ജോസാണ്. ഇപ്പോൾ ആശുപത്രി കിടക്കയിലാണ്. ഞാൻ ഒന്ന് മറിഞ്ഞു വീണ് വലത് കാലിൻ്റെ കണ്ണയ്ക്ക്
എല്ലിന് പൊട്ടലുണ്ട്, സർജറി കഴിഞ്ഞ് കിടക്കുന്നു. കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായ സഹായം അത് ദൈവം നേരിട്ട് ചെയ്തതാണ്, യാതൊരു സംശയമില്ല. ഒരിക്കലും മറക്കില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പ്രസംഗിച്ചപ്പോൾ ആദരണീയനായ ശ്രീ ശശി തരൂർ MP അദ്ദേഹം എനിക്ക് ഈ പട്ടണം മുഴുവൻ പ്രസംഗിച്ചതുകൊണ്ട് പുകഴ്ചയല്ല, എന്നെ ആദരിക്കുകയും ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട KM മുരളീധരൻ സാർ, അദ്ദേഹം MP ആയിരുന്നു, മുൻപ് വട്ടിയൂർക്കാവ് MLA ആയിരുന്നു, അദ്ദേഹവും എന്നെ വിളിച്ചു നല്ല ഒരു സ്വീകരണം തരുവാൻ ഇടയാക്കി. അതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ ഉയർത്തുന്ന ദൈവവചനം കൊണ്ട് അനേക ക്യാൻസർ രോഗികൾക്ക്, അതുപോലെ തന്നെ അനേക ദുഃഖിക്കുന്നവർക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ മഹത്വവാനായ ദൈവം എന്നെ ഇടയാക്കി. സ്റ്റേജിൽ രക്തം വാർന്നു നിൽക്കുമ്പോഴും പ്രഭാഷണം അവസാനിപ്പിക്കാതെ അവസാന പാട്ട് പാടുവാനും സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. ഇതിൻ്റെ പിൻപിൽ എൻ്റെ കഴിവല്ല, അനേക ദൈവമക്കൾ, ഞാൻ US-ലോ UK-ലോ ഓസ്ട്രേലിയയിലോ ഒന്നും യാത്ര ചെയ്തിട്ടുള്ള ആളല്ല, മൾട്ടിപ്പിൾ പേഴ്സൺസ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം US-ൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്ന് 2 പേർ വീണ്ടും എന്നെ വിളിച്ചു ചോദിച്ചു, എവിടെയെങ്കിലും രോഗികളുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാസ്റ്ററെ പറയണം, അവർ അക്കൗണ്ട് നമ്പർ തന്നാൽ ആ രോഗികൾക്ക് ഞങ്ങൾ സഹായിക്കാം. കാര്യം അങ്ങനെയാണ് പലർക്കും ദൈവകൃപയാൽ RCC, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, നെടുമങ്ങാടൊക്കെ എത്രയോ രേഖകൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപയാൽ സുവിശേഷത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു നന്മയും അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന വ്യക്തികളിൽ കൂടി അവർക്ക് നന്മ ലഭിപ്പാൻ ഇവിടുത്തെ കേരളത്തിലെ പല സുവിശേഷ പ്രഭാഷകരും രോഗത്താലും ദുഃഖത്താലും ആശുപത്രികളിലായിരുന്നപ്പോഴും അവരെയും ചെന്ന് കൈ അയച്ച് ഒരു വണ്ടിക്കൂലി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ ബലപ്പെടുത്തി. എനിക്കതിന് ഭാരമില്ല. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ടോക്ക് ഷോ കൊടുക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഒരു അശരണ കുടുംബത്തിൽ അവരെന്നെ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞ് ദൈവകൃപയാൽ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു സമയത്ത് ഞാനായിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ കൃപയാൽ മലബാർ മേഖലയിൽ ഒരു ഭവനം ഇടിഞ്ഞു പോയി, അശരണരായിരുന്നു. കുറച്ച് പൈസ ദൈവകൃപയാൽ എളിയവനും കൊടുക്കാനും അതോടൊപ്പം തന്നെ ചില ദൈവ കുഞ്ഞുങ്ങൾ വെളിരാജ്യത്തിലുള്ള നേഴ്സുമാർ UK-യിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അയച്ചു, അവരുടെ കരങ്ങളിലെത്തി. കൃപയാൽ ആ ഭവനം ഏകദേശം ശരിയായി. അടുത്ത ആഴ്ച കൃപയാൽ അവിടെ ചെന്നൊരു വാക്ക് പ്രാർത്ഥിച്ച് മലബാറിലെ ആ പാവപ്പെട്ട കുടുംബത്തെയും ദൈവസന്നിധിയിൽ അവരെ സന്തോഷത്തോടെ ആ ഭവനത്തിൽ പ്രവേശിപ്പാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ ദുഃഖപൂർവമായ അന്തരീക്ഷത്തിലാണ് കൊടുക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ എറണാകുളത്ത് ഷെറി പാസ്റ്റർ കഴിഞ്ഞ ദിവസം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിൻ്റെ ദുഃഖത്തിലിരിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രിയപ്പെട്ടവരെല്ലാം ഇതുപോലെ വളരെ ആരോപണങ്ങളുമായി, അത് അയൺ ഡോമിൻ്റെ ഒരു വിഷയമുള്ളൂ, അതിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് എവിടുന്ന് ഒരു ഇത് കിട്ടിയിട്ട്, അതുകൊണ്ടാണ് ദൈവമക്കളെ ലൈവിൽ വന്നത്. ചിലരുടെ നിർദ്ദേശപ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സുവിശേഷ പ്രഭാഷകരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, അവരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുമല്ല. എനിക്ക് തലേന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട്, പിറ്റേന്നും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ആ യോഗം തുടങ്ങുമ്പോഴും തലേന്ന് പ്രസംഗിച്ച ദൈവമക്കൾ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി, അല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ പറയും നാളെ ഇതിൻ്റെ ബാക്കി കർത്തൃദാസന്മാർ സംസാരിക്കുമെന്ന്, നല്ല വാക്കോട് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ചിലരുടെ പ്രത്യേക പേരുകളും വരത്തില്ല, ചിലരുടെ കാര്യങ്ങളും വരത്തില്ല. വളരെ സ്നേഹത്തോടെ പോസ്റ്റിട്ട പ്രിയ സഹോദരങ്ങളോട്, സുഹൃത്തെ, ബാംഗ്ലൂരിലൊരു അടിപിടി നടന്നു, മേമലയിൽ പാടും പരമേശന് സതതം നടന്നു, അത് കഴിഞ്ഞ് മുളക്കൊടയിൽ ഒരു സഭയിൽ എന്തൊക്കെയോ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടു, അത് കഴിഞ്ഞ് പരപരമേശ എവിടം വരെ എത്തിയത് നിങ്ങൾ കണ്ടു, സ്ഥലമാറ്റത്തിന് പിൻവാതിൽ കൂടി ആരൊക്കെയോ കൈക്കൂലി മേടിക്കുന്ന ശബ്ദരേഖകളെല്ലാം ഈ ഗ്രൂപ്പുകാർ കണ്ട്. സുഹൃത്തെ, സഹോദര, അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രതികരിക്കാതെ ആരെങ്കിലും ഏതെങ്കിലും അന്യമതക്കാരൻ്റെ ഗ്രൂപ്പിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു ടിക്ടോക്കോ എടുത്തുകൊണ്ട് ഒരു സുവിശേഷ പ്രഭാഷകന് എത്രത്തോളം നിങ്ങൾക്ക് നിരുത്സാഹപ്പെടുത്താൻ കഴിയും അത്രത്തോളം ദൈവം മാനിക്കും. താഴ്മയോടെ ഇരിക്കുന്നവനെ ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ കണ്ടാൽ സുഹൃത്തുക്കളെ, ഒരു സഹോദരൻ ഗ്രൂപ്പിൽ എഴുതിയിട്ടിരിക്കുക, കമൻ്റ് ഇടരുത്, പ്രതികരിക്കരുത്. കമൻ്റ് എടുത്ത് കമൻ്റ് ഇടാം, പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കാം. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിർമ്മലത. ഞാൻ നിലമ്പൂരിൽ ഇലക്ഷനെ പറ്റി ഒരു ടോക്ക് ഷോ ഇത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ടോക്ക് ഷോ ഞാൻ ചെയ്തു. അത് ഒരുപാട് പേര് ആ ഇലക്ഷൻ്റെ അന്ന് കണ്ടു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കാണുവാനിടയായി തീർന്നെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം അത് കണ്ടിട്ടൊരു വ്യക്തിയോട് പറഞ്ഞു, രാഷ്ട്രീയത്തിലെ 80% കാര്യങ്ങളും കറ പുരളാതെ പച്ചയ്ക്ക് തുറന്ന് ഈ ടോക്ക് ഷോയിലുണ്ട്. എൻ്റെ വിഷയമല്ല, ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ നിലമ്പൂർ ടോക്ക് ഷോ കൊടുത്തതാണ്.
അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട CM ആ സർവേയും കൂടെ എടുത്തിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അതേ ആരോ ആയിക്കോട്ടെ, UDF ഒരു പരമ്പരാഗത മണ്ഡലം, അവിടെ UDF തിരിച്ചു വരുമെന്നാണ് പറഞ്ഞു. അതാണ് ഈ സർവേ കൂടി പറഞ്ഞ് അതുവരെ ഒരു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വരെ ഒരു കവലയിൽ പ്രസംഗിക്കുന്ന ഒരു എളിയ ദാസൻ്റെ കാര്യങ്ങൾ അദ്ദേഹം വരെ കാണുവാനിടയായി. അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ ഈ കേരളത്തിലെ എല്ലാ സുവിശേഷ പ്രഭാഷകരെയും ഞാൻ ഇരുട്ടിൽ നിർത്തത്തില്ല. ഒരു വലിയ സുവിശേഷ പ്രഭാഷകൻ, അദ്ദേഹത്തിൻ്റെ സെൻറ്ററിൻ്റെ ചുമതലയുള്ള ഒരു ലോക്കൽ സഭയിലെ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. എൻ്റെ മൂത്ത മകൾ ക്യാൻസർ വന്ന ഈ ലോകത്തിൽ നിന്ന് 4-ാമത്തെ വയസ്സിൽ മാറ്റപ്പെട്ടത്. അന്ന് മുതൽ തിരുവനന്തപുരം RCC ആയിട്ട് എനിക്ക് നല്ല ബന്ധം, ഓഫീസുമായിട്ട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം RCC ആയിട്ട് ബന്ധപ്പെടുത്തി ഓഫീസുമായിട്ട്. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ഒരു സർജറി വേണം. സുപ്രസിദ്ധ ഒരു പ്രഭാഷകനാണ്, അദ്ദേഹത്തിൻ്റെ സഭയിലെ ലോക്കൽ സഭയിലെ പാസ്റ്ററാണ്. അവരുടെ കയ്യിൽ അന്നേരം ഏകദേശം ഒരു 19,000 രൂപയുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒരു നിർവാഹമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഞാൻ പ്രസംഗിച്ച നന്മയുണ്ട്, എനിക്കിത് ഫ്രീ ആയിട്ട് തരാൻ പറ്റത്തില്ല. ഞാൻ ആ പൈസ നിങ്ങൾക്ക് ഒരു വായ്പയായി തരാം. അന്നേരം ഇത് വേദന കൊണ്ടാണ് ഇത് പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. 1,00,000 രൂപ ആ കർത്തൃദാസൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചികിത്സ നടക്കുന്നു. കഴിഞ്ഞ ദിവസം കുറച്ച് പൈസയും കൂടെ വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുത്തു. അവർ പറഞ്ഞു താമസം പിന്നെ അത് തരാം. അപ്പോൾ ലോക്കൽ സഭയിലെ ദൈവദാസനോട് സ്റ്റേജ് ഇളക്കുന്നതും ഈ ഗ്രൂപ്പിൻ്റെ വലിയ ഉയർന്ന ഒരു വ്യക്തിയായ ഗ്രൂപ്പിന് അവരുടെ സഹകാരിയായി നിൽക്കുന്ന പുള്ളി പറഞ്ഞ്, കുഞ്ഞെ പൈസയില്ല, പ്രാർത്ഥിക്കാമെന്ന്. സഹോദര, അത് കേൾക്കുന്ന സുഹൃത്തുക്കളെ, RCC വന്നിട്ട് പൈസയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ ഇത് എടുത്തു പറയുന്ന അദ്ദേഹത്തിന് SBI വഴി ചികിത്സയ്ക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ മഹത്വാനായ ദൈവം ഇടയാക്കി. ഫ്രീ ആയിട്ടല്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുടുംബമുണ്ട്, ഞാൻ പ്രസംഗിച്ച ഒരു നന്മയിൽ നിന്ന് തൽക്കാലം തരാം. 1,00,000 രൂപ കൊടുത്തു. അന്നേരവും ഈ സ്റ്റേജ് തകർത്ത് കാര്യം ചെയ്യുന്ന ഈ സെൻറ്ററിലെ ചുമതലയുള്ള വ്യക്തി ഒരു കട്ടൻ കാപ്പി പോലും മേടിച്ചു കൊടുക്കാനിടയില്ല. ആരെയും ദുഃഖിക്കാനല്ല. ചില കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ ഈ ഗ്രൂപ്പിലകത്തിടുന്ന കമൻ്റ് ഇടുന്നവരും അതുപോലെ വിമർശിക്കുന്നവരും പറയണം, പലരുടെയും പല കാര്യങ്ങളും ഞങ്ങൾക്ക് ലൈവിൽ കൂടെ വന്ന് പറയാം, കമൻറ്റിൽ കൂടി പറയാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പല സുവിശേഷ പ്രഭാഷകരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ഞാൻ പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് നല്ല തൻ്റെ ഇടമുണ്ട്. ഞാൻ ആദ്യ ദിവസങ്ങളിൽ ഈ ലൈവ് അവരോട് പറഞ്ഞു, ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ സ്റ്റേജിൽ കയറിയ ആളാണ്. അന്ന് തൊട്ടേ സ്റ്റേജിനോട് കവലയോഗത്തിനോട് എനിക്കൊരു താല്പര്യമാണ്. അതുകൊണ്ട് എനിക്കെവിടെ പ്രതികരിക്കണമെന്ന് എങ്ങനെ അറിയാം? പിന്നെ ഒരിക്കൽ കൂടി ആരോ ഒരു രാഷ്ട്രീയ നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയന്നാൽ മതി. ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ യോഗം ഇവിടെ അവസാനിച്ചാലും എൻ്റെ കൊച്ചു വാഹനമെടുത്ത്, ഒരു പഴയ വാഹനത്തിൽ ഒരു ആംപ്ലിഫയറും എടുത്ത് 2 മൈക്കും വെച്ച് എവിടെയെങ്കിലും മദ്യം മയക്കുമരുന്ന് യേശു രക്ഷകനെന്ന് പറയുവാനും, ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ ഇടുക്കി മേഖലയിൽ വിതരണം ചെയ്യുവാനും ദൈവം ഇടയാക്കി ഒത്തിരി മക്കൾ ബൈബിൾ എനിക്ക് തന്നു എവിടെയെങ്കിലും കൊടുക്കാൻ, അത് ചെയ്യുവാൻ ദൈവകൃപയുമുണ്ട്, ദൈവശക്തിയുമുണ്ട്. കഴിഞ്ഞ നാളുകളിലും വിവിധ സഭകൾ, IPC, അസംബ്ലീസ് ഓഫ് ഗാഡ്, ചർച്ച് ഓഫ് ഗാഡ്, അത് കഴിഞ്ഞിട്ട് ഷാരോൺ ഫെലോഷിപ്പ്, ന്യൂ ഇന്ത്യ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ എളിയവനായ എന്നോട് നല്ല കൂട്ടായ്മ കാണിച്ചതിനായി നന്ദി. നേതൃത്വങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഭാമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വിശ്വാസ സമൂഹങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാഹനത്തിൽ കൊണ്ടുപോയവരുണ്ട്, വണ്ടിക്കൂലി തന്നവരുണ്ട്, അത് കഴിഞ്ഞ ശേഷം നല്ല വാക്ക് പറഞ്ഞവരുണ്ട്, മണിക്കൂർ കണക്കിന് സ്റ്റേജിൽ കട്ടൻ ചായ തന്നവരുണ്ട്. അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. 6-ാം മാസം പിന്നിടുമ്പോൾ ഇങ്ങനെ ഒരിക്കലും ഒരു ലൈവ് വരണമെന്നോ ആരെയും വിമർശിക്കണമെന്നല്ല. പരിധി കടന്ന് ഒരു വ്യക്തിയെ പറ്റി വ്യക്തിഗത ഏതെങ്കിലും ഒരു തെറ്റ് വരുമ്പോൾ അതിനകത്ത് ആ വ്യക്തി അഥവാ സുവിശേഷം പ്രഭാഷണം നടത്തുന്ന എളിയവനായ ഞാൻ അതെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അതിനെ ക്രോഡീകരിച്ച് പല ഗ്രൂപ്പുകൾക്കും മാറി വിവിധ കോണുകളിൽ നിന്ന് തത്സമയം സുവിശേഷം പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ളവർ, നിങ്ങളെപ്പോലുള്ള ഗ്രൂപ്പുകാർ അധിക്ഷേപിക്കുമ്പോൾ ഇവിടെ ദൈവനാമം ദൂഷിക്കപ്പെടുന്നു. ദൈവം ഒരിക്കലും ശാപത്തിൻ്റെ ദൈവമല്ല. കാൽവറിയിൽ ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ദൈവമക്കൾ സ്നേഹിക്കാൻ കടപ്പെട്ടവരാ. ഒരിക്കൽ കൂടി ഗ്രൂപ്പുകാരോടും ഈ കാണുന്ന മക്കളോടും എൻ്റെ വാക്കിനകത്ത്, ഒരു കൺവെൻഷൻ സ്റ്റേജിനകത്ത് ന്യായവിധി എന്ന ഒരു 4 ഭാഗം വന്നതിലും ചില വാക്യം കടന്നു പോയതിലും ദൈവനാമത്തിൽ നിർവ്യാജം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണമേ എന്ന് താല്പര്യം. ഒരിക്കൽ കൂടി ഈ ടോക്ക് ഷോ നിങ്ങളുടെ മുമ്പിൽ ലൈവ് അവസാനിക്കുന്നതിനോട് ഒരു കാര്യം പറയുന്നു. അയൺ ഡോം ഒരിക്കലും ഇസ്രയേലല്ല. അയൺ ഡോം
ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന ഒരു ഡിവൈസ് മാത്രം. അതിനകത്ത് യെരൂശലേം കൈവിടപ്പെട്ട് പോകാതിരിപ്പാൻ, ഇസ്രയേൽ ജനം മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസംഗത്തിൻ്റെ 71 വർഷത്തെ ഇസ്രയേലും ദൈവീക പരിപാലനത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അത് കട്ട് ചെയ്തുവെന്ന് ഒരിക്കൽ കൂടി ഈ ടോക്ക് ഷോ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ മുട്ടുമടക്കട്ടെ, വിശുദ്ധൻ ഒരിക്കൽ കൂടി കരയട്ടെ, സ്റ്റേജിൽ പ്രസംഗിക്കുന്ന എളിയവനും ഒരിക്കൽ കൂടി താഴ്മയോടെ ജീവിപ്പാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് ഈ വീഡിയോയിൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വരാറായി. അടുത്ത ദിവസങ്ങളിൽ പുതിയ ജെറുസലേം എന്ന് പറയുന്നൊരു വിഷയവും ഉൽപ്പത്തി മുതൽ ജെറുസലേം വരെ ബൈബിൾ പഠന ക്ലാസ്സുമായി നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരും. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു എവരിവൺ. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ വേണ്ടി നേരത്തെ കടന്നു വന്നു. നേരത്തെ നമ്മളെല്ലാവരും വരുന്നതിനെക്കാട്ടി മുമ്പ്, ഈവൻ ഞാൻ വരുന്നതിന് മുമ്പ് കർത്താവ് വാസം വന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. നമ്മുടെ പ്രസംഗിക്കാൻ പറ്റുന്ന സകല പാസ്റ്റേഴ്സിനൊക്കെ പറയാം, അഡ്വാൻസ് ആയിട്ട് യോഗം തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഇവിടെ വന്നിരിക്കണം ഇവിടെ പ്രസംഗിക്കാൻ. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാൻ തോന്നുന്നു. ആരെങ്കിലും പ്രാസംഗികർ കേൾക്കുന്നെങ്കിൽ ഓർത്തോണം, ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവം വരുന്ന പോലെ ഇടയ്ക്കൂടെ വന്ന് എല്ലാവർക്കും ഇങ്ങോട്ട് വന്നൊരു സ്റ്റേജിലുള്ള മുഴുവൻ കൈ കൊടുത്ത് നോ, അവർ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നവരുള്ള വന്ന് ദൈവത്തെ ആരാധിക്കണം. ഞാനത് ചെയ്യുന്ന ആളാ, ഞാനതിൽ വിശ്വസിക്കുന്ന ആളാ. കാരണം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാസംഗികന് വലിയൊരു ദൈവം വരുന്ന പോലെ ഇങ്ങോട്ട് വന്ന് ഇടവും വലവുള്ളൊക്കെ എല്ലാവർക്കും തട്ടി കണ്ണടച്ച് ആരാധിക്കുന്നവർക്കും കൈ കൊടുത്ത് ഇങ്ങനെ വരും. നോ, നെവർ എവർ ഡു ദാറ്റ്. ഇവിടെ ആരെല്ലാം പ്രാസംഗികനോട് അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ഇതൊരു പാഠമായിട്ടിരിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സെല്ല വന്നിരിക്കുന്നത്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഭയങ്കരനായവൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് കൊടുക്കേണ്ട മഹത്വം, മാനം, പുകഴ്ച എല്ലാവരുടെയും ദൃഷ്ടി അവങ്കൽ പതിഞ്ഞെന്ന. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവ് ദാസൻ തക്ക സമയത്ത് നമ്മളെ മുമ്പേ വന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥന ദിവസങ്ങളിലായിരിക്കാം. എല്ലാ കരങ്ങളും ഉയരട്ടെ. പാടിയില്ല കുഞ്ഞിന് വേണ്ടി. കുവൈറ്റിന്റെ മണ്ണിനകത്ത് പാടിയ ഞങ്ങളിൽ നിന്ന് വേർപെട്ട കുടുംബങ്ങൾ
കുടുംബങ്ങളെ യേശു മാത്രം മതി. ഏതു നേരത്തും എന്റെ രക്ഷക എല്ലാ കരങ്ങളും എന്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്റെ യേശു യേശു മാത്രം മതി. ഏതു നേരത്തും എൻ ക്ഷീണിത എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം വൈദ്യൻ. താങ്ക് യു ലോർഡ്. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. മാർവിടും എൻ ആശ്രയം എൻ യേശു കർത്താവേ. എല്ലാ കരങ്ങളും എന്റെ രക്ഷക എന്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്റെ യേശു യേശു മാത്രം മതി. ഏതു നേരം ഒരിക്കൽ കൂടി വൻഭാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറിയിടും നേരം എല്ലാ കരങ്ങളും ഉയരട്ടെ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശോപ്പച്ച ആ കുടുംബങ്ങളെ കാക്കണമേ. ആരൊക്കെ മാറിയാലും എന്റെ രക്ഷക ആ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് ആ സഹോദരിമാർക്ക് ആ അപ്പച്ചന്മാർക്ക് ആ അമ്മച്ചിമാർക്ക് യേശു ഞങ്ങളുടെ 50 കുഞ്ഞുങ്ങൾ ഒരിക്കൽ കൂടി എന്റെ രക്ഷക ഹൃദയത്തിന്റെ ആഴങ്ങൾ എല്ലാ കരങ്ങളും ഉയരട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ